1948 ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തിന്റെ ഭൂപടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു രാഷ്ട്രം തന്നെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഇല്ല. 1920കളിലും 30കളിലും 40കളിലുമെല്ലാം ഫലസ്തീൻ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ് ആണ്, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു ഭൂപ്രദേശമാണ്. ആ ഫലസ്തീനിലേക്ക് 20കളിലും 30കളിലുമെല്ലാം വ്യാപകമായ ജൂത കുടിയേറ്റമുണ്ടായി. ആ ജൂത കുടിയേറ്റത്തെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി വംശീയവും മതപരവുമായ ഒരുപാട് സിദ്ധാന്തവൽക്കരണങ്ങൾ നടന്നു. ബൈബിൾ പഴയ നിയമത്തിലെയും തൽമൂദിലെയും എല്ലാം വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്രായേലരുടെ വാഗ്ദത്ത ഭൂമിയാണ് ഫലസ്തീൻ എന്നും ആ ഫലസ്തീനിലേക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഇസ്രായേലർ മടങ്ങിപ്പോകണമെന്നും അവിടെ മതാധിഷ്ഠിതമായ വംശാധിഷ്ഠിതമായ രാഷ്ട്രം സ്ഥാപിക്കണമെന്നുമെല്ലാമുള്ള തരത്തിലുള്ള ആഹ്വാനങ്ങളുടെ ഫലമായി ഫലസ്തീനിൽ തിങ്ങിപ്പാർത്തിരുന്ന അറബികൾക്കിടയിലേക്ക് ജൂതന്മാരുടെ കുടിയേറ്റം ഉണ്ടാവുകയും ആ ജൂത കുടിയേറ്റം പതുക്കെ പതുക്കെ വിസ്തൃതമായി തുടങ്ങുകയും ചെയ്തു. ഈ ജൂത കുടിയേറ്റം ഉണ്ടായ ഉടനെ ജൂതന്മാർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു രാഷ്ട്രം എന്ന ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്ന ആളുകൾ, മതപരവും വംശീയവുമായ രാഷ്ട്രം എന്ന ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്ന ആളുകൾ അവർ ചെയ്തത് ഭീകര പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയാണ്. ഹഗന എന്ന പേരിൽ ജൂത കുടിയേറ്റത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫലസ്തീനിൽ രൂപീകരിക്കപ്പെട്ട ശാഖകൾ, ആ ശാഖകളിൽ ആയുധങ്ങൾ സമാഹരിക്കപ്പെടുകയും വളരെ കൃത്യമായി മതസിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഹഗനക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെറ്റ് ഹഗന എന്ന പേരിൽ അതിനേക്കാൾ തീവ്രത കൂടിയ ജൂത ഭീകര പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അതിനും ഭീകരത പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇർഗുനയെ പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ പിന്നീടുണ്ടായത്. അതിനും തീവ്രത പോരാ എന്ന് വാദിച്ചുകൊണ്ടാണ് വളരെ വളരെ ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് നാം നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേൺ ഗാങ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കപ്പെട്ട ഇതുപോലെയുള്ള ജൂത ഭീകര പ്രസ്ഥാനങ്ങൾ 1940കളിൽ ഉണ്ടായത്. ഈ ഭീകര പ്രസ്ഥാനങ്ങൾ അവിടെ നിരന്തരമായ ഭീകര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, ബ്രിട്ടീഷ് ഓഫീസുകൾ ആക്രമിച്ചു, അവർ അറബികളെ ആക്രമിച്ചു, അറബികളുമായി നല്ല ബന്ധം പുലർത്തുന്നു എന്നവർ കരുതിയ ജൂതന്മാരെ പോലും അവർ ആക്രമിച്ചു. 1946 കിങ് ഡേവിഡ് ഹോട്ടൽ എന്ന് പറയുന്ന അന്നത്തെ ഫലസ്തീനിലെ ബ്രിട്ടീഷ് ഭരണ കേന്ദ്രത്തിൽ വളരെ ഭീകരമായ ഒരു ബോംബ് സ്ഫോടനം അവർ നടത്തി. ചരിത്രത്തിൽ ഏറ്റവും പ്രഖ്യാതമായ ആദ്യകാല ഭീകര ആക്രമണങ്ങളിൽ ഒന്നാണ്, ബോംബ് സ്ഫോടനങ്ങളിൽ ഒന്നാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭീകര പ്രസ്ഥാനങ്ങൾ വഴിയും ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജൂതരാഷ്ട്രത്തെ നിർമ്മിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പിൽക്കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം നിലവിൽ വന്നപ്പോൾ ആ ജൂതരാഷ്ട്രത്തിന്റെ അമരത്ത് അവരോധിക്കപ്പെട്ട ആളുകൾ പലരും അവർ ഈ പറയുന്ന ഭീകര പ്രസ്ഥാനങ്ങളിൽ പലതിന്റെയും തലപ്പത്തുണ്ടായി വരുന്നവരായിരുന്നു എന്നത് കേവലമായൊരു സത്യമാണ്.